രാവിലെ ബിഗ് ബോസ് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് പറഞ്ഞത് പുതിയ ഗെയിമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതെങ്ങനെയുള്ള ഗെയിമുകളായിരിക്കും എന്ന് നിങ്ങൾ പ്രവചിക്കാം. അതുപോലെ ഇതെങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം എന്ന് നിങ്ങൾ പ്രവചിക്കാം. മത്സരാർത്ഥികൾ അവരെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വയം വിലയിരുത്തുക. ഓരോരുത്തർ വ്യക്തികളെപ്പറ്റി ഓരോരുത്തരായിട്ട് വന്ന് പറയുക, എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം എന്ന് പറയുക എന്നാണ് ബിഗ് ബോസ് കൊടുത്തത്. അങ്ങനെ ഓരോ മത്സരാർത്ഥികളും അവരുടേതായ സ്റ്റാൻഡുകൾ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയാൽ മെച്ചപ്പെടുത്താം എന്ന് പറയുന്നുണ്ട്. അർജുനായാലും ജാസ്മിനായാലും ഓരോ വ്യക്തികളും വന്ന് പറയുന്നുണ്ട്. പക്ഷേ ജിൻഡോയുടെ ചില വിലയിരുത്തുകൾ സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിപ്പിച്ചു എന്ന് തന്നെ പറയാം. ഒന്ന് പറഞ്ഞത് നമ്മുടെ നന്ദനയുടെയാണ്. നന്ദന കള്ളങ്ങൾ വളരെ കുറയ്ക്കണം എന്ന് ജിൻഡോ പറയുന്നുണ്ട്. ജിൻഡോ അതിന് ഒത്തിരി ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്ന ആണ്, അത് കള്ളം കാണിക്കാൻ പാടില്ല എന്ന് ജിൻഡോ നന്ദനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു അടി നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അർജുൻ്റെ കാര്യം പറയുന്നുണ്ട്. അർജുൻ്റെ കാര്യം വളരെ കൃത്യമാണെന്ന് എനിക്ക് തോന്നി. അർജുൻ തുടക്കമൊക്കെ വളരെ നല്ലതാണ്, പക്ഷേ ലാസ്റ്റ് കൊണ്ടുവന്ന് കലമുടയ്ക്കുന്ന രീതി അർജുനുണ്ട് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ആ ഗെയിം തുടങ്ങിയപ്പം മുന്നിട്ട് നിന്നത് അർജുനായിരുന്നു. അർജുൻ മുന്നിട്ട് നിന്നതും അർജുൻ ആ കയറ് അഴിക്കാനുള്ളൊരു പാട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആ സമയത്ത് ജാസ്മിൻ പെട്ടെന്നത് കയറിപ്പോയി എന്നുള്ളതാണ്. തുടക്കത്തിൽ ഉണ്ടാകുന്ന ഇത് ലാസ്റ്റ് കൊണ്ടുവന്ന് അർജുൻ കളയുന്നതായിട്ടാണ് ജിൻഡോ പറയുന്നത്. അതൊരു നല്ലൊരു വിലയിരുത്തലായി തോന്നി. പിന്നെ നോറ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം കൂടെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. പിന്നെ ഫ്രീദുവിൻ്റെ കാര്യം പറഞ്ഞതും അത് കൃത്യമാണ്. ഫ്രീദു പേടിയില്ലാതെ കളിക്കുക എന്നുള്ളതാണ് ജിൻഡോ നമ്മുടെ ഫ്രീദുവിനെ ഉപദേശിക്കുന്നത്. അതുപോലെ ജിൻഡോ പറയുന്നുണ്ട്, തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, എല്ലാവരുടെയും പോസിറ്റീവാണ് പറഞ്ഞത്, ഞാൻ നെഗറ്റീവാണ് പറയുന്നത്. കാരണം നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ മെച്ചപ്പെടാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ കേട്ട് മെച്ചപ്പെടാൻ പറ്റുമെങ്കിൽ മെച്ചപ്പെടുത്തുക എന്നുള്ള കാര്യമാണ്. നല്ല രീതിയിൽ ഗെയിം കളിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ജിൻഡോ പറയുന്നത്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്, ജിൻഡോയുടെ പല കാര്യങ്ങളും നമ്മൾ ജിൻഡോയിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ജിൻഡോയെ തന്നെ വിലയിരുത്തുന്നത് എനിക്ക് രസകരമായിട്ട് തോന്നി. ജിൻഡോയെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. എനിക്കും പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ജിൻഡോ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയാണ് ജിൻഡോ പറഞ്ഞത്. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഗെയിം എല്ലാം മനസ്സിലാക്കി കഴിയുമ്പോഴത്തേന് സത്യം പറഞ്ഞാൽ ഗെയിം അങ്ങ് തീർന്നു പോകും. അതാണ് സംഭവിക്കുന്നത്. അതൊന്നും ആദ്യമേ തന്നെ മനസ്സിലാക്കി കളിക്കാൻ ശ്രമിച്ചാൽ ജിൻഡോയ്ക്കൊക്കെ നല്ലത് എന്നുള്ള രീതിയിലാണ് ജിൻഡോ പറയുന്നത്. അത് കറക്റ്റ് ഒരു പോയിൻ്റ് തന്നെയാണ്. ജിൻഡോ പലപ്പോഴും പല ഗെയിമുകളും മനസ്സിലാക്കി എടുക്കാൻ ഇച്ചിരി പാടുവിടുന്നതായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും മനസ്സിലാക്കി എടുത്തു കഴിയുമ്പോഴത്തേന് അത് എത്ര 100% കൊടുത്താൽ പോലും ആ ഗെയിം അങ്ങ് അവസാനിച്ചു പോകും. അപ്പം ജിൻഡോ മനസ്സിലാക്കി വരുമ്പോഴത്തേന് ഗെയിം അവസാനിക്കുന്നു എന്ന് തന്നെയാണ് ജിൻഡോയെ തന്നെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞത്. അതും ശരിയായ കാര്യമാണ്.